നമസ്കാരം, കേരള ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ പത്മകുമാർ. എന്നോടൊപ്പം ഉള്ളത് സോണി കല്ലറയ്ക്കൽ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന വിഷയം കെ മുരളീധരനാണ്. കെ മുരളീധരന് KPCC പ്രസിഡന്റ്. അപ്പോൾ ഇപ്പോൾ ഒരു സ്ഥാനചലനമൊക്കെ വരുമ്പോഴൊക്കെ KPCC പ്രസിഡൻ്റായിട്ട് കെ മുരളീധരൻ വരും എന്ന് ചിന്തിച്ചവരുണ്ട്. കാരണം നല്ലൊരു KPCC പ്രസിഡൻ്റ് ആയിരുന്ന ചരിത്രം അദ്ദേഹത്തിനുണ്ട്. ഗ്രൂപ്പുകൾക്ക് അതീതമായി കേരളത്തിലെ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കൊണ്ടുപോകാൻ കഴിയുന്ന ഒരാൾ എന്നൊക്കെ രീതിയിലൊക്കെ സാധാരണ പ്രവർത്തകർ കെ മുരളീധരനെ കണ്ടതാണ്. എന്തുകൊണ്ടാണ് കെ മുരളീധരൻ ഇവിടെ തഴയപ്പെട്ടത്? എന്തായിരിക്കും കെ മുരളീധരൻ്റെ അടുത്ത നിലപാട്? അതെ, കെ മുരളീധരനെ ശരിക്കും പറഞ്ഞാൽ ഈ KPCC പുരസ്സംഘടനയിൽ ഏറ്റവും അധികം അടി കിട്ടിയിരിക്കുന്നത് കെ മുരളീധരനാണ്. അതെ, കാരണം ശരിക്കും അപമാനിതനായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അദ്ദേഹം കെ മുരളീധരൻ ശരിക്കും അപമാനിതനായി തന്നെയാണ് ഇപ്പം നിൽക്കുന്നത്. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപി അവിടെ മത്സരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവിടുത്തെ നിലവിലുള്ള UDF സ്ഥാനാർത്ഥിയായിരുന്ന TN പ്രതാപനെ മാറ്റി കെ മുരളീധരൻ മത്സരിക്കുകയാണെന്നുള്ളത് കോൺഗ്രസിൻ്റെ UDF ഒരു ആവശ്യമായിരുന്നു. അങ്ങനെ വടകരയിൽ നിലവിൽ അദ്ദേഹം വടകര MP ആയിരുന്നു. അവിടുന്ന് അദ്ദേഹം മാറിയാണ് തൃശ്ശൂരിൽ വന്ന് മത്സരിക്കുന്നത്. കാരണം കെ മുരളീധരൻ്റെ സഹോദരി പത്മജ വേണുഗോപാൽ അതിനു മുന്നേ BJP പോയിരുന്നു. അപ്പം കർണാടകൻ്റെ തട്ടകമായ തൃശ്ശൂരിൽ, കോൺഗ്രസ് എക്കാലവും വിജയിച്ചിട്ടുള്ള തൃശ്ശൂരിൽ ഒരു നല്ലൊരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കണം, അതുപോലെ BJP വോട്ടുകൾ തടയണമെന്ന് പറഞ്ഞ് കെ മുരളീധരൻ അവിടെ എത്തുകയായിരുന്നു. അപ്പോൾ കെ മുരളീധരൻ അവിടെ മത്സരിച്ചപ്പോഴും സ്വന്തം പാർട്ടിയിൽ നിന്നാണ് അദ്ദേഹത്തിനെതിരെ കാലുവാരിച്ച ഉണ്ടായത്. നല്ലൊരു ശതമാനം കോൺഗ്രസ് വോട്ടുകൾ മറുവശത്ത് എത്തിച്ചു കൊടുക്കാനായിട്ട് കോൺഗ്രസ് നേതാക്കളുടെ ഇടയിൽ തന്നെ ശ്രമമുണ്ടായി എന്നുള്ളത് അവിടെ അന്വേഷണ കമ്മീഷൻ അവിടെ വ്യക്തമാക്കിയതാണ്. KPCC നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ അവിടെ വ്യക്തമാക്കിയതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മുരളീധരന് വലിയൊരു മനോവിഷമം ഉണ്ടായി എന്നുള്ളതാണ് സത്യം. അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ പാർട്ടി പ്രവർത്തനത്തിൽ നിന്ന് മാറി നിൽക്കാൻ തീരുമാനിച്ചൊരു വ്യക്തിയാണ്. അപ്പോൾ KPCC നേതൃത്വവും ഹൈക്കമാൻഡും ഒക്കെ ഇടപെട്ട് മുരളീധരന് വലിയൊരു സ്ഥാനം കൊടുക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷേ മുരളീധരനെ പറ്റി നമ്മളൊന്ന് ഓർക്കണം. വട്ടിയൂർക്കാവിൽ MLA ആയിട്ട് 3 തവണ അവിടെ ഇരുന്നാണ് വട്ടിയൂർക്കാവിൽ അദ്ദേഹം MLA ആയിട്ട്. അദ്ദേഹം അവിടെ തോൽക്കുന്ന ഒരാളല്ലായിരുന്നു. അദ്ദേഹത്തെ വടകര തിരിച്ചു പിടിക്കാൻ വേണ്ടി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയെ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ആ വടകര എന്ന് പറഞ്ഞ ആ സീറ്റിൽ ജയിക്കുവോ തോക്കുവോ എന്നൊന്നും അറിയാതെ കെ മുരളീധരൻ വട്ടിയൂർക്കാവിൽ നിന്ന് പോയി വടകരയെ മത്സരിച്ച് ആ സീറ്റ് തിരിച്ചു പിടിച്ച വ്യക്തിയാണ് കെ മുരളീധരൻ. തൃശ്ശൂർ അതുപോലെ തന്നെ തൃശ്ശൂരിലൊരു ദോഷം UDF സംഭവിക്കുന്നത് കണ്ടപ്പോൾ അതിനെ ആ വെല്ലുവിളി എടുത്തിട്ട് അവിടെ മത്സരിക്കാൻ എത്തിയാണ് കെ മുരളീധരൻ. പക്ഷെ തൃശ്ശൂർ അവിടെ അദ്ദേഹത്തിന് പരാജയമായി പോയി. അല്ല, തീർച്ചയായിട്ടും മുരളി പരാജയപ്പെടാൻ പോവുകയാണെന്നുള്ളത് സാധാരണ പ്രവർത്തകർക്ക് അറിയാമായിരുന്നു. അവിടുത്തെ കോൺഗ്രസ് നേതാക്കൾ നമുക്ക് അറിയാതെ പോയതോ അതോ മനഃപൂർവ്വം കൊണ്ടുവന്ന് കുഴിച്ചടിച്ചു? അല്ല, മനഃപൂർവ്വം കൊണ്ടല്ല. ദേശീയ നേതൃത്വത്തിന് ഒരു വിശ്വാസം ഉണ്ടായത് കെ മുരളീധരൻ തൃശ്ശൂർ നിന്ന് കഴിഞ്ഞാൽ കോൺഗ്രസിലെ വോട്ടുകൾ മറുവശം പോകാതെ തിരിച്ചു പിടിക്കാൻ പറ്റും. പക്ഷേ അവിടുത്തെ മത്സരിച്ചിരുന്ന MP ആയ TN പ്രതാപനോട് കോൺഗ്രസ് പ്രവർത്തകർക്ക് ഒരു വലിയ താല്പര്യമില്ലായിരുന്നു. അദ്ദേഹം അവിടെ നിന്നാൽ 8 നിലയിൽ പൊട്ടുമെന്നുള്ളതും അറിയായിരുന്നു. അങ്ങനെയാണ് മുരളീധരൻ വരട്ടെ എന്നവിടെ തീരുമാനം ഉണ്ടായത്. അപ്പോൾ അവസാന നിമിഷത്തിൽ മുരളീധരനോട് മത്സരിക്കുകയാണ് ഉണ്ടായത്. അപ്പം ആ മുരളീധരൻ അവിടെ പരാജയപ്പെട്ട മുരളീധരന് വളരെ മനോവിഷമം ഉണ്ടായി. അപ്പം ഞാനിനി പാർട്ടി പ്രവർത്തനത്തിന് എന്നൊക്കെ വിട്ടു നിൽക്കുകയാണ്, ഞാൻ മത്സരിക്കുന്നില്ല എന്നൊക്കെ, ഇനിയൊരു മത്സരത്തിനൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞപ്പോൾ പോലും KPCC നേതൃത്വവും ദേശീയ ഹൈക്കമാൻഡും ഒക്കെ ഇടപെട്ട് കെ മുരളീധരനോട് പറയുന്ന ഒരു കാഴ്ച കണ്ടതാണ്. അദ്ദേഹത്തിന് എന്തോ നല്ല സ്ഥാനങ്ങൾ കൊടുക്കും, വേണ്ട വയനാട് പാർലമെന്റ് സീറ്റിൽ മത്സരിപ്പിക്കുമെന്ന് പറഞ്ഞു. അതായത് രാഹുൽ ഗാന്ധി ജയിച്ച് രാജിവെച്ച വയനാട് ലോക്സഭാ സീറ്റ് കെ മുരളീധരന് കൊടുക്കുമെന്നാണ് ആദ്യം കേട്ടത്. പിന്നീടാണ് രാഹുൽ ഗാന്ധിയുടെ പെങ്ങളായ പ്രിയങ്ക ഗാന്ധി അവിടെ വന്ന് മത്സരിക്കുന്നത്. അങ്ങനെ ആ ഒരു സ്ഥിതി അവിടെ മാറി. അതായത് മുരളീധരന് കിട്ടേണ്ട വയനാട് പാർലമെന്റ് സീറ്റ് നഷ്ടപ്പെട്ടു. പിന്നീട് നമ്മൾ കേട്ടത് നല്ലൊരു KPCC പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പം നമ്മളൊരു സോഷ്യൽ മീഡിയ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അറിയാം, സുധാകരന് ശേഷം ആര് KPCC പ്രസിഡന്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ശതമാനം പറയുന്നത് കെ മുരളീധരൻ KPCC പ്രസിഡന്റ് ആയിട്ട് വരണമെന്നാണ്. അപ്പം കെ മുരളീധരൻ ആദ്യം KPCC പ്രസിഡന്റ് ആയിട്ട് ഇരുന്നതാണ്. അപ്പം രണ്ടാമതും കൂടി ഒരു പ്രസിഡന്റ് ആയിട്ട് വരുന്നതിൽ അരോചകത്വം ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ AK ആന്റണി ഇവിടെ KPCC പ്രസിഡന്റ് ആയിട്ടിരുന്നതാണോ? അദ്ദേഹം ഒരു തവണയല്ല 2 തവണ അദ്ദേഹം KPCC പ്രസിഡന്റ് ആയതാണ്. അപ്പം മുരളീധരന് മാത്രം അതിനൊരു തടസ്സം ഉണ്ടാവും ഞാൻ കരുതുന്നില്ല. ഏറ്റവും നല്ല KPCC പ്രസിഡന്റ് ആയെന്നുള്ള ഒരു റെക്കോർഡ് ഇട്ട വ്യക്തിയും കെ മുരളീധരൻ തന്നെയാണ്. അല്ല, ശരിയായിട്ടും KPCC പ്രസിഡന്റ് എന്ന് പറയുന്നത് സണ്ണി ജോസഫ് പറഞ്ഞ ഒരു വാക്ക് കറക്റ്റാണ്. ഈ KPCC പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പദവിയല്ല, അതൊരു ഉത്തരവാദിത്തമാണ്. അത് ആണ് കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിലാകാതെ പോയത്. ആ ഉത്തരവാദിത്തം ഇത്രയും കാര്യങ്ങളിപ്പം സുരേഷ് ഗോപിയെ നേരിടാനായിട്ട് അവിടെ നിന്ന് ഇവിടെ കൊണ്ടുവരുന്നു, വടകരയ്ക്ക് കൊണ്ടുപോകുന്നു. ഇതൊക്കെ ചെയ്യാമെങ്കിൽ പിണറായി വിജയനെ നേരിടാനായിട്ട് ഞങ്ങൾക്ക് ശക്തനായ ഒരു KPCC പ്രസിഡന്റിനെ ഇവിടെ വേണം, അതുകൊണ്ട് കെ മുരളീധരൻ ആകട്ടെ എന്നല്ല അവർ എഴുതിയത്. അപ്പോൾ അവിടെ അദ്ദേഹത്തിന് പദവിയായി മാറി, ഉത്തരവാദിത്തം അല്ലതായി മാറി. പക്ഷേ മറ്റു ഉത്തരവാദിത്തങ്ങളൊക്കെ പുള്ളിയെ നിസ്സാരമായിട്ട് അങ്ങ് ഏൽപ്പിക്കുകയും ചെയ്ത്, നോക്കുന്ന നീ തോക്ക്
പരാജയപ്പെടുന്നെങ്കിൽ നീ പരാജയപ്പെടും, അങ്ങനെയെങ്കിലും നിന്നെ ചവിട്ടിത്താക്കാമല്ലോ എന്നുള്ള മനോഭാവമാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരിലുള്ളത്. പക്ഷേ ഇപ്പോൾ തീർച്ചയായിട്ടും KPCC പ്രസിഡൻ്റാകാൻ കോൺഗ്രസിൽ ഏറ്റവും അർഹനായ ആൾ കെ മുരളീധരനാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും അണികൾക്കില്ല. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ KPCC പ്രസിഡന്റ് ആയില്ലെങ്കിൽ തന്നെ അദ്ദേഹത്തിന് UDF കൺവീനർ സ്ഥാനം കൊടുക്കാമായിരുന്നു. കാരണം ഇപ്പം UDF കൺവീനറാക്കിയിരിക്കുന്ന അടൂർ പ്രകാശ് MP ആണ്. കെ മുരളീധരൻ MP സ്ഥാനം MLA സ്ഥാനം ഒന്നുമില്ല. അദ്ദേഹത്തെ പിടിച്ച് UDF കൺവീനറാക്കി മാറ്റിയായിരുന്നെങ്കിൽ UDF സംവിധാനം നന്നായി വരുമായിരുന്നു. അദ്ദേഹത്തിന് പിന്നെ മുസ്ലിം ലീഗുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ട്. കാരണം അച്ഛൻ തെളിച്ച ഒരു പാതയുണ്ട്, ആ പാതയിൽ നിന്ന് പുള്ളി വ്യതിചലിച്ചിട്ടില്ല. കാരണം അവരുമായിട്ടുള്ള നല്ല സൗഹൃദം, അല്ലെങ്കിൽ ചങ്ങനാശ്ശേരിയിലായാലും എല്ലായിടത്തും പിന്നെ നമ്മുടെ SNDPയുമായിട്ടൊക്കെ ആയാലും നല്ല ബന്ധം ഒരേപോലെ കീപ്പ് ചെയ്യുന്ന ഒരാളാണ്. അവരെയും ഒരു ദൂരോട്ട് മാറ്റി നിർത്താതെ നിൽക്കുന്ന ഒരാളാണ്. ആ രീതിയിൽ പിന്നെ തീർച്ചയായിട്ടും UDFന്റെ കൺവീനർ ആകാനും യോഗ്യനല്ലാതെ ആയി പോയി കെ മുരളീധരൻ എന്നത് ഭയങ്കര അതിശയം തോന്നുന്നു. ഉമ്മൻചാണ്ടി വർഷങ്ങളോളം UDF കൺവീനറായിട്ട് ഇരുന്നിട്ടുള്ള ആളാണ്. ഇപ്പോൾ NSSനെ ആയാലും SNDPയിലെ ആണെങ്കിലും ക്രിസ്ത്യൻ സമുദായങ്ങളൊക്കെ ആണെങ്കിലും ഒത്തൊരുമയോടുകൂടി യോജിപ്പിച്ചുകൊണ്ടാണ് കഴിവ് ഉമ്മൻചാണ്ടിയെ പോലെ തന്നെ കെ മുരളീധരനും ഉണ്ടായിരുന്നു. ആ സ്ഥാനവും തട്ടിത്ത് കളഞ്ഞു. അപ്പം ഈ പറഞ്ഞ KC വേണുഗോപാലും VD സതീശനെ രമേശ് ചെന്നിത്തലയൊക്കെ ഭയപ്പെടുന്നത് കെ മുരളീധരനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കും എന്ന് കണ്ടു തന്നെയാണ് അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമില്ല. കാരണം ഒന്നുമില്ലാതിരിക്കുന്ന ഒരു പദവിയില്ലായിരിക്കുന്ന ഈ അവസരത്തിൽ കെ മുരളീധരന് ഏതെങ്കിലും സ്ഥാനം കൊടുക്കാമായിരുന്നു. ഒന്നെങ്കിൽ KPCC പ്രസിഡന്റ് സ്ഥാനം കൊടുക്കാമായിരുന്നു, അല്ലെങ്കിൽ UDF കൺവീനർ സ്ഥാനം കൊടുക്കാമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പുനഃസംഘടനയിൽ ഏറ്റവും വലിയ അടികിട്ടിരിക്കുന്നത് കെ മുരളീധരൻ തന്നെയാണ്. അതുപോലെ തന്നെ മുരളീധരനെ എക്കാലം അനുകൂലിച്ച് നിന്ന ഒരു വ്യക്തിയായിരുന്നു K സുധാകരൻ. കാരണം കെ മുരളീധരന് അർഹമായ സ്ഥാനം കൊടുക്കണമെന്ന് എന്നും KPCC നേതൃത്വത്തിലും ദേശീയ തലത്തിലും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ടിരുന്ന ഒരു KPCC പ്രസിഡന്റായിരുന്നു K സുധാകരൻ. ആ സുധാകരനെയും ആണ് ഇപ്പോൾ വെട്ടിമാറ്റിയിരിക്കുന്നത്. അപ്പോൾ മുരളിയുടെ മറ്റൊരു കൈ കൂടെ പോയി K സുധാകരൻ KPCC സ്ഥാനത്ത് നിന്ന് പോകുമ്പോഴത്തേക്കിന് തീർച്ചയായിട്ടും തഴയപ്പെട്ടത് കെ മുരളീധരൻ തന്നെയാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, കെ മുരളീധരൻ എത്ര കാലം ഇങ്ങനെ ഈ അപമാനം സഹിച്ച് നിൽക്കുമെന്നുള്ളതാണ് നാം നോക്കിക്കാണുന്നത്. അദ്ദേഹം നിവൃത്തിയില്ലാതെ വന്നാൽ ഞാൻ പറയുന്നു അദ്ദേഹം BJPയിലേക്ക് പോയി കഴിഞ്ഞാൽ അത് BJPക്ക് വലിയൊരു നേട്ടമാണ്. പ്രത്യേകിച്ച് കരുണാകരനുള്ള സ്വാധീനം കേരളത്തിൽ മറ്റൊരു കോൺഗ്രസ് നേതാക്കന്മാർക്കും ഇല്ല. ആ അണികളുടെ പിന്തുണ തീർച്ചയായിട്ടും കെ മുരളീധരനുണ്ട്. അഥവാ BJPയിലേക്ക് പോയാൽ വട്ടിയൂർക്കാവിൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കെ മുരളീധരൻ BJP സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് കൂടാഴുകയും ഇല്ല. അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം നല്ലൊരു ജനസ്വാധീനമുള്ള കെ മുരളീധരനെ ഒരിക്കലും BJP അവഗണിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. BJPക്ക് വലിയൊരു അസറ്റ് തന്നെയായിരിക്കും കെ മുരളീധരൻ. പക്ഷേ ഇങ്ങനെ ഒരു അപമാനം സഹിച്ച് ഇപ്പം പെങ്ങളിപ്പം BJPയിലേക്ക് പോയി, എന്നിട്ട് പോലും പെങ്ങളെ പോലെ എതിർത്തുകൊണ്ട് പാലക്കാടായാലും ഒക്കെ രാഹുൽ മാങ്കൂട്ടത്തിനൊക്കെ അനുകൂലമായിട്ട് പ്രവർത്തിക്കാൻ പോയ വ്യക്തിയാണ് കെ മുരളീധരൻ. പലപ്പോഴും പ്രസ്റ്റീജ് മത്സരം വരുമ്പോൾ അവിടെയല്ല, നേമത്തായാലും വടകരയായാലും തൃശ്ശൂരായാലും മത്സരിക്കാനെത്തിരുന്ന വ്യക്തിയാണ് കെ മുരളീധരൻ. അങ്ങനെ ഒരാളെ തഴയപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏറ്റവും വലിയ അടികിട്ടിരിക്കുന്നത് കെ മുരളീധരന് തന്നെയാണ്. ഈ അവമാനം സഹിച്ചുകൊണ്ട് ഒരുപാട് കാലമൊന്നും കെ മുരളീധരൻ കോൺഗ്രസിൽ തുടരുമെന്ന് കരുതുന്നില്ല. ഇത് കോൺഗ്രസ് നേതാക്കൾ ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇല്ലെങ്കിൽ കെ മുരളീധരൻ BJPയിൽ എത്തുകയും ചെയ്യും. നല്ലൊരു സ്ഥാനങ്ങൾ BJPയിൽ നിന്ന് കെ മുരളീധരൻ ലഭിക്കുകയും ചെയ്യും. പത്മജ BJPയിലേക്ക് പോലെ ആയിരിക്കില്ല കെ മുരളീധരൻ BJPയിലേക്ക് പോകുന്നത്. ഇത് കോൺഗ്രസ് പ്രവർത്തകർ, കോൺഗ്രസ് നേതാക്കൾ ഓർത്താൽ നന്നായിരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.